ഇന്ന് രാവിലെയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. പുത്തൻകുരിശിന് സമീപമാണ്. കോലഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന എൽസൺ എന്ന യുവാവ് ഓടിച്ച വാഹനമാണിത്. ഇത് മഴയത്ത് സ്കിഡായതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയന്ത്രണം വിട്ടതിന് ശേഷം ഈ റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന മണൽക്കൂനയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിലാണ് ഈ വാഹനം ഇങ്ങനെ മറിഞ്ഞത്. ഈ വാഹനം ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതിൻ്റെ പിന്നിലെ ടയർ നമുക്ക് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും തേഞ്ഞു മാറിയ ഒരു അവസ്ഥയിലാണ്. ഇതിന് യാതൊരു ഗ്രിപ്പുമില്ല. ആ ഒരു രീതിയിൽ അതാവാം ഒരുപക്ഷെ ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എൽസനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് രാവിലെ വീട്ടിൽ നിന്നും കോലഞ്ചേരിയിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ പിന്നിലെ ടയർ പഞ്ചറായതുപോലെ വണ്ടിയുടെ പിൻഭാഗം ഇങ്ങനെ ഒരു പിടയുന്ന പോലെ ഒന്ന് ഇങ്ങനെ തെന്നി മാറുന്ന പോലെ തോന്നിയിരുന്നു. അതിനുശേഷമാണ് ഈ വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ചതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്തായാലും എൽസന് വലിയ പരിക്കുകളൊന്നുമില്ല. ക്രെയിൻ ഉപയോഗിച്ച് ഈ വാഹനം ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. പുത്തൻകുരിശ് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. മഴക്കാലമാണ്, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മഴയത്ത് വാഹനം അമിത വേഗതയിൽ ഓടിക്കാതിരിക്കുക. കൂടാതെ നിങ്ങളുടെ ടയറിൻ്റെ കണ്ടീഷൻ കൂടി നോക്കണം. ഏതെങ്കിലും രീതിയിൽ തേഞ്ഞ് മാറിയിട്ടുണ്ടോ, തേഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിടുക, പുതിയ ടയറുകൾ ഇടുക. ഈ അമിത വേഗതയിൽ പോകുമ്പോൾ സഡൻ ബ്രേക്ക് ഇടാൻ ഒരു സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. കാരണം ഈ വെള്ളവും ഇങ്ങനെ റോഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ റോഡും ടയറും തമ്മിലൊരു ഘർഷണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് സമയവും വാഹനം തെന്നി മാറാം. അതുകൊണ്ട് വളരെ സുരക്ഷിതമായി വാഹനം ഓടിക്കുക. നമ്മുടെ ജീവനാണ് നമുക്ക് വലുത്. ആ സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ സ്പീഡ് എടുക്കുമ്പോൾ നമ്മുടെ ജീവൻ കൂടി അപകടത്തിലേക്കാകും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.